ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സീസണിലെ സൂപ്പർ കപ്പിന് വേണ്ടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിക്കൊണ്ട് സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റല ചുമതലയേറ്റത്. ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് കീഴിൽ ഈസ്റ്റ് ബംഗാളിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തി. പിന്നീട് മോഹൻ ബഗാനോട് പരാജയപ്പെട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായി. ഇനി ഇത്തവണത്തെ സൂപ്പർ കപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. രാജസ്ഥാൻ യുണൈറ്റഡ് അതുപോലെ തന്നെ ഡൽഹി എന്നിവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ മുംബൈ സിറ്റിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടുകൊണ്ട് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഏതായാലും മറ്റു ചില പരിശീലകരെക്കാൾ മികച്ച ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ ഡേവിഡ് കാറ്റലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പോയിന്റ് കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ കിബു വിക്കൂഞ്ഞ ആദ്യത്തെ 5 മത്സരങ്ങൾ ക്ലബിനോടൊപ്പം കളിച്ചു കഴിഞ്ഞപ്പോൾ 2 പോയിന്റുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. ഇനി ഇവാൻ ഉക്കനോവിച്ചിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 5 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 4 പോയിന്റുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. മിക്കേൽ സ്റ്റാറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 5 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുകളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. പക്ഷേ ഡേവിഡ് കാറ്റല ഇവരെക്കാൾ മികച്ച ഒരു തുടക്കം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 5 മത്സരങ്ങൾ അദ്ദേഹം ഇപ്പോൾ ക്ലബിനോടൊപ്പം ചിലവഴിച്ചു കഴിഞ്ഞു. 9 പോയിന്റുകളാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ 3 വിജയങ്ങൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2 തോൽവികൾ വഴങ്ങിയിട്ടുണ്ട്. മോശമല്ലാത്ത ഒരു തുടക്കം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും ആരാധകർക്ക് ഇപ്പോൾ ചെറിയ ചില പ്രതീക്ഷകളൊക്കെ ജനിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം സൂപ്പർ കപ്പിൽ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവുകളുണ്ട്. ഇനിയിപ്പോൾ ISL ഏത് രൂപത്തിൽ പെർഫോം ചെയ്യാൻ കഴിയും എന്നതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.